മുഹമ്മദ് സലീം പത്രസമ്മേളനം നടത്തിയപ്പോഴും ഈ ഹർഗോവിന്ദദാസ് സഖാവായിരുന്നു, പാർട്ടി അംഗമായിരുന്നു എന്ന് പറഞ്ഞു. വാർദ്ധക്യം കാരണം അംഗത്വം പുതുക്കിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ പാർട്ടി കുടുംബമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊന്നിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്, ജിഹാദിസ്റ്റുകളൊക്കെയാണ് കൊന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈ പോലീസ് പ്രവർത്തിച്ചില്ല, സ്വതന്ത്ര അന്വേഷണം വേണം, നഷ്ടപരിഹാരം കൊടുക്കണം, സുപ്രീം കോടതിയിൽ വഖഫ് നിയമത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും മുഹമ്മദ് സലീം പറഞ്ഞു. അപ്പോൾ അവിടെ ഈ മറ്റേ മുസ്ലിങ്ങൾക്ക് വേണ്ടതൊക്കെ മുഹമ്മദ് സലീം ചെയ്യുന്നുണ്ട്. ഈ സഖാവായ ഹിന്ദുവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും പാർട്ടി ചെയ്യുന്നതായിട്ട് വീട്ടിൽ പോയി കണ്ടല്ലോ, വീട്ടിൽ പോയി കണ്ടതോടുകൂടി തീർന്നോ? അത് മതി. അങ്ങനെയാണെങ്കിൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. മുഹമ്മദ് സലീം പറയാണ് മുസ്ലിങ്ങളുടെ മൗലികാവകാശത്തിൻ്റെ പ്രശ്നമാണ് ഇത്. വഖഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. BJPയും തൃണമൂലും കൂടി മതപരമായി ജനങ്ങളെ വിഘടിപ്പിക്കുകയാണ്. പട്ടാളം രംഗത്തിറങ്ങണം. അവിടെ CAPF ഉണ്ട്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സൊക്കെ ഉണ്ട് പറയുന്നു. അപ്പോൾ ഈ മുർഷിദാബാദ് എന്ന് പറഞ്ഞ സ്ഥലം സത്യത്തിൽ CPM ബംഗാളിൽ കാര്യമായിട്ടില്ലെങ്കിലും മുർഷിദാബാദിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു പാർട്ടി. മത്സരിച്ചത് ഈ മുഹമ്മദ് സലീം തന്നെ 2ാം സ്ഥാനത്ത്. അപ്പോൾ പാർട്ടിക്ക് സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.